2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം, 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. നീയോ എന്റെ ഉപദേശം നടപ്പ്, നീയോ എന്റെ ഉപദേശം നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കദോനിയയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവങ്ങളും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിലെല്ലാറ്റിലും കർത്താവ് എന്നെ വിടുവിച്ചു. ഒരുമിച്ച് ആ ഭാഗം ഒന്ന് നോക്കിക്കേ. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിലെല്ലാം കർത്താവ് എന്നെ എന്ത് ചെയ്തു? വിടുവിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയിൽ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുക. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ നമുക്കറിയാം 1-2 ലേഖനങ്ങളാണ് തിമോത്തിയോസിന് പൗലോസ് എഴുതിയത്. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന നിജപുത്രനായ മനുഷ്യൻ എന്നാണ്. ദൈവ പ്രവർത്തിക്ക് വേണ്ടി, മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൗലോസിൻ്റെ കൂടെ ഒരു സഞ്ചത സഹചാരിയായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് വളർത്തിക്കൊണ്ടുവന്ന പൗലോസിൻ്റെ ഒരു ശിഷ്യനാണെന്ന് വേണം പറയാം തിമോത്തിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ. ഈ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന അതിപ്രധാനമായ ചില കാര്യങ്ങളാണ് 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്ത്യകാലത്ത് ദുർഘടങ്ങൾ വരുന്നു എന്നറിഞ്ഞ് മനുഷ്യർ സ്വസ്നേഹികളും ദിവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദുഷ്ടന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും എന്ന് പറഞ്ഞ് തുടങ്ങി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്, ആമേൻ, ഈ വക കാര്യങ്ങളിലൊന്നും അങ്ങനെയുള്ളവരെ വിട്ടുകളയുക. അവിടെ എഴുതിയിരിക്കുന്ന 5-ാമത്തെ വാക്യം വിട്ടൊഴിയുക എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുക? വിട്ടൊഴിയുക എന്ന് എഴുതിയിരിക്കുക. ഈ വിട്ടൊഴിയുക എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ അടുത്ത ഭാഗത്ത് രേഖപ്പെടുത്തിയ ഒരു ഭാഗമാണ്: നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ. നീയോ എന്ന് പറയുന്നത് പൗലോസ് തിമോത്തിയോസിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു ഭാഗമാണ് നീയോ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിനെല്ലാറ്റിനും കർത്താവ് എന്നെ എന്ത് ചെയ്തു? വിടുവിച്ചു. സ്തോത്രം. ഞാൻ ഏതെല്ലാം ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നാലും അതിനെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു. കർത്താവ് വിടുവിച്ചതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നാം ഇന്ന് പകൽ ചിന്തിക്കുന്നത് നമ്മെ വിടുവിക്കുന്ന യേശുവിനെ പറ്റിയാണ്. വിടുവിക്കുന്ന യേശു. എന്ത് കാര്യത്തിലാണ് യേശു നമ്മളെ വിടുവിക്കുന്നത്? നമ്മുടെ യേശു ചെയ്യുന്ന വിടുതൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയുന്നത് രോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു, പാപത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു, മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും വിടുതലായി യേശുവിൻ്റെ പക്കൽ നിന്ന് ആഗ്രഹിക്കുന്നതും അത് ചിന്തിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും. ആ വിഷയമാണ് വിടുതൽ അനുഭവിക്കുക എന്നുള്ളത്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായ 5 വിടുതലുകൾ ഞാൻ ഇന്ന് രാവിലെ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ വാക്യം എൻ്റെ അകത്ത് വന്നപ്പോൾ ഏതെല്ലാം വിഷയങ്ങളിൽ യേശു നമ്മളെ വിടുവിച്ചിട്ടുണ്ട് എന്ന് ഞാനൊന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി. അതിനകത്ത് വിടുതലിനെ കുറിച്ച് പറയുമ്പോൾ യേശു നമ്മളെ വിടുവിച്ച വിടുതൽ രോഗസൗഖ്യം മാത്രമല്ല, ഭൂതശാന്തി മാത്രമല്ല. യേശു നമ്മളെ വിടുവിച്ചത് മരണത്തിൽ നിന്ന് മാത്രമല്ല. യേശു നമ്മളെ വിടുവിച്ചത് ഈ ലോകത്തിൻ്റെ ശക്തിയിൽ നിന്ന് മാത്രമല്ല നമ്മെ വിടുവിച്ചത്. പ്രത്യേകമായി മറ്റ് വിലയേറിയതായ ചില വിടുതലുകൾ
വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഒട്ടുമുക്കാലും ഭാഗം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗത്ത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. എന്നാൽ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നു, ആമേൻ, നാം അറിഞ്ഞിരിക്കുന്ന വിടുതൽ രോഗസൗഖ്യവും നാം അറിഞ്ഞിരിക്കുന്ന വിടുതൽ ആമേൻ മരണത്തിൽ നിന്നുള്ള വിടുതലുമായി മാറുമ്പോൾ നമ്മൾ വിടുതൽ ആഗ്രഹിക്കുന്ന, പഠിക്കാൻ നല്ല ബുദ്ധി തരണം, എനിക്ക് വീട് തരണം, കാറ് തരണം, ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മളെ കർത്താവ് വിടുവിക്കുന്ന മറ്റു പല മേഖലകളുണ്ട്. ആ മേഖലകൾ എന്താണ്? 5 കാര്യങ്ങൾ. വാക്യാടിസ്ഥാനത്തിൽ ഈ ആലയത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ കേൾക്കുന്നവരോടും 5 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. യേശുവിനാലുള്ള വിടുതൽ, കർത്താവിനാലുള്ള വിടുതൽ. ഇവിടെ തിമത്തിയോസിന് ലേഖനം എഴുതുന്ന പൗലോസ് പറയുകയാണ്, എല്ലാറ്റിലും ഞാൻ ഉപദ്രവം അനുഭവിച്ചു, പക്ഷെ കർത്താവ് എല്ലാറ്റിനും തന്നെ എന്ത് ചെയ്തു? വിടുവിച്ചു. അപ്പോൾ ഒന്നാമത്തെ വിടുതൽ എന്ന് പറയുന്നത് ദുഷ്ടന്റെ കയ്യിൽ നിന്നുള്ള വിടുതലാ. പ്രൈസലോ. അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രയിൽ താൻ മിഷണറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതിസന്ധികൾ വളരെയായിരുന്നു. ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ട്. ആമെ ഒത്തിരി അടികൾ വാങ്ങിച്ചിട്ടുണ്ട്. 39 അടി കോലുകൊണ്ട് പലതവണ വാങ്ങിച്ചിട്ടുണ്ട്. കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, ഇതൊക്കെ പൗലോസ് അപ്പോസ്തലൻ സഹിച്ചിട്ടുണ്ട്. ദുഷ്ടന്മാരവനെ അർത്ഥനഗ്നനായി നിർത്തി ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ, കാരാഗൃഹത്തിൽ കിടന്നതും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടതും ആമത്തിൽ കാലിട്ട് പൂട്ടിയതും ഒക്കെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ പൗലോസിന്റെ ഭാഷയിൽ രോഗസൗഖ്യത്തിന്റെ വിടുതലിനെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. ആമേൻ. പൗലോസിന്റെ ഭാഷയിൽ ഏതോ ഒരു പ്രത്യേക വിടുതലിനെ കുറിച്ചല്ല പറയുന്നത്. യേശു എന്നെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? വിടുവിച്ചു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാ, യേശു നിന്നെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. യേശു നിന്നെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചാൽ നിന്റെ വേദനകൾ മാറും, നിന്റെ ബന്ധനങ്ങൾ അഴിയും. യേശു കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചാൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക പദ്ധതികൾ വെളിപ്പെടും. ഇവിടെ ഇതാ ഭക്തനായ മനുഷ്യൻ പറയുക, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അങ്ങനല്ലേ? 2 തിമത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, അവയെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ എന്ത് ചെയ്തു? വിടുവിച്ചു. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഹാലേലൂയ. എല്ലാറ്റിൽ നിന്നോ, ഏത് സാഹചര്യത്തിൽ നിന്നോ, ആ പദം അങ്ങനെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, എല്ലാറ്റിൽ നിന്നോ. ഇന്ന് പകൽക്കാലം ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ, ഈ ആഴ്ച എല്ലാ വിഷയത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാ. നിങ്ങൾ എല്ലാറ്റിൽ നിന്നും വിടുതൽ അനുഭവിക്കാൻ പോകുകയാ. എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ തിമത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ദുഷ്ടശക്തികൾ എനിക്കും നിനക്കും നേരെ നിൽക്കുന്നെങ്കിൽ, ആരോഗ്യത്തിന് നേരെ, കുടുംബത്തിന് നേരെ, കുഞ്ഞുങ്ങൾക്ക് നേരെ, ശുശ്രൂഷയ്ക്ക് നേരെ, ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകൾക്ക് നേരെ ഏതെങ്കിലും ദുഷ്ടശക്തികൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ആ ദുഷ്ടശക്തികളെ ജയിക്കുവാൻ, എല്ലാറ്റിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് വലിയവനാണെന്ന് വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. 5 വിടുതലിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിന് ഒന്നാമത്തെ വിടുതലാണ് എല്ലാ ശത്രുവിന്റെ കയ്യിൽ നിന്നും, എല്ലാ ദുഷ്ടന്റെ കയ്യിൽ നിന്നും നമ്മെ എന്ത് ചെയ്യുക? വിടുവിക്കുക. പൗലോസ് ഒത്തിരി ദുഷ്ടന്മാരാൽ ആക്രമിക്കപ്പെട്ടവനാണ്. പക്ഷെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ആരാ വിടുവിച്ച പൗലോസിനെ? കർത്താവ്. അതുകൊണ്ട് പൗലോസിനെ കർത്താവ് അവിടെ പറയുന്നത്, കർത്താവ് എന്നെ എന്ത് ചെയ്തു? വിടുവിച്ചു. കർത്താവ് എന്നെ വിടുവിച്ചു. ഇന്ന് പകൽ ആരാധന ഇരിക്കുമ്പോൾ പറയാമോ, കർത്താവ് എന്നെ വിടുവിച്ചു. ചില മേഖലയിൽ കർത്താവ് എന്നെ വിടുവിച്ചു. അപകടത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. ആ രോഗക്കിടക്കയിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. ആ വേദനയിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. ആ തകർച്ചയിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. ഇന്ന് പകൽക്കാലം കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് പറയുവാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ആത്മാവെ സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം വലിയവനാണ്. ആ തിമത്തിയോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു ഭക്തനെ കുറിച്ച് പറയുകയാണ്, എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പൊ ആർക്കാണ് ഉപദ്രവം ഉള്ളത്? ആർക്കാണ് ഉപദ്രവം ഉള്ളത്? ആർക്കാണ് കഷ്ടതയുള്ളത്? ആർക്കാണ് പ്രതികൂലമുള്ളത്? ഹല്ലേലൂയ. എല്ലാവർക്കും പ്രതികൂലം കാണില്ല, എല്ലാവർക്കും കഷ്ടത കാണില്ല, എല്ലാവർക്കും വേദന കാണില്ല.
എന്നാൽ ആർക്കാണ് യഥാർത്ഥമായ കഷ്ടതയും വേദനയും? ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ. ഹല്ലേലൂയ. എങ്ങനെ? ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക്. അവിടെ എല്ലാം സുഖമാണെന്നല്ല എഴുതിയിരിക്കുന്നത്. ഈ മാർഗം കഷ്ടതയുടെ മാർഗമാണ്, ഈ മാർഗം വേദനയുടെ മാർഗമാണ്, ഈ മാർഗം കണ്ണുനീരിൻ്റെ മാർഗമാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ജീവിക്കാൻ മനസ്സുള്ളവർക്ക്. ഹല്ലേലൂയ. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നേ. ക്രിസ്തുവിൻ്റെ ഭക്തി, ഹല്ലേലൂയ, ക്രിസ്തുവിനെ ഭക്തിയോടെ വസിക്കാൻ, സ്വീകരിക്കാൻ, ആരാധിക്കാൻ തയ്യാറുള്ള, അതിന് മനസ്സുള്ള പ്രിയപ്പെട്ടവർക്ക് എല്ലാം ഈസിയാണ് എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, എല്ലാം സുഖമാണ് എന്നല്ല എഴുതിയിരിക്കുന്നത്. എല്ലാ ഉപദ്രവവും എന്ത് ചെയ്യും? ഉണ്ടാകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കുക, പൗലോസ് പറയുക, ഏതൊക്കെ ഉപദ്രവം നേരിട്ടാലും അവയിൽ നിന്നെല്ലാം, അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനല്ലേ, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ എന്ത് ചെയ്യും? വിടുവിച്ചു. സ്തോത്രം. ഉപദ്രവം ഇല്ലെന്നല്ല, ഒരു ക്രിസ്തു ഭക്തൻ ഉപദ്രവമുണ്ട്. ഒരു ഭക്തനായി ജീവിക്കുന്നതിന് മുമ്പുണ്ടായ ഉപദ്രവത്തെക്കാൾ, കഷ്ടതയേക്കാൾ ഭക്തനായി കഴിയുമ്പോൾ ഉണ്ടാകും. സ്തോത്രം. ചുമ്മാ നടക്കുമ്പോൾ, കാള കളിച്ച് നടക്കുമ്പോൾ, ദൈവവുമായിട്ട് ബന്ധമില്ലാതെ, പള്ളിയിൽ പോകാതെ, പ്രാർത്ഥിക്കാതെ, ഈശ്വരവിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നതിന് വലിയ പ്രയാസമൊന്നും കാണത്തില്ല. സാമാന്യമായ ചില പ്രശ്നങ്ങൾ കൊണ്ടെന്ന് വന്നേക്കാം. പക്ഷെ ക്രിസ്തുവിൻ്റെ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സ് വയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്ന മനസ്സുള്ളവർക്കെന്ന, വേഷം കാണിക്കുന്നവർക്കല്ല, ഷോ കാണിക്കുന്നവർക്കല്ല, മനസ്സുള്ളവർക്ക്. എനിക്ക് ഭക്തിയോടെ ജീവിക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം എന്ന് മനസ്സുള്ളവർക്ക് എന്തോ ഉപദ്രവം, എല്ലാ ഉപദ്രവവും ഉണ്ട്. ചില ഉപദ്രവവും എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, എല്ലാ ഉപദ്രവവും ഉണ്ടാകും. പക്ഷെ കർത്താവിൻ്റെ വചനത്തിൽ പറയുകയാണ്, അതിനെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ എന്ത് ചെയ്യും? വിടുവിക്കും. സത്യത്തിൽ ആ 12-ാമത്തെ വാക്യം വായിച്ചിട്ട് വേണം 11-ാമത്തെ വാക്യം വായിക്കാൻ. അപ്പോഴേ നമുക്കതിൻ്റെ യഥാർത്ഥമായ അർത്ഥം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ എല്ലാ ഉപദ്രവവും നമുക്ക് വരുമ്പോഴും പൗലോസ് പറയുക, അതിലെല്ലാറ്റിൽ നിന്ന് എന്നെ എന്ത് ചെയ്യും? യഹോവ വിടുവിക്കും. അപ്പൊ ദുഷ്ടന്റെ കയ്യിൽ നിന്നും ദൈവം നമ്മളെ എന്ത് ചെയ്യും? വിടുവിക്കും. അപ്പൊ നമുക്കെതിരെ ആരെഴുന്നേൽക്കും? ഭക്തിയോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കെതിരെ ആരാണ് എഴുന്നേൽക്കുന്നത്? ദുഷ്ടൻ എഴുന്നേൽക്കും. പക്ഷെ അവയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയെങ്കിൽ കൊലോസ്യ ലേഖനം 1-ാം വാക്യം, അടുത്ത 2-ാമത്തെ വിടുതൽ എന്താണ് യേശു നമുക്ക് വേണ്ടി ചെയ്യുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, ദുഷ്ടന്റെ കൈ നമ്മെ വിടുവിക്കുമെന്നാണെങ്കിൽ കൊലോസ്യർ 1:13 പറയുകയാണ്, നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്യുന്ന പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. പിതാവിന് സന്തോഷത്തോടെ നമ്മൾ എങ്ങനെ സ്തോത്രം ചെയ്യണം? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ദൈവത്തിന് എങ്ങനെയാ സ്തോത്രം കൊടുക്കേണ്ടേ? സന്തോഷത്തോടെ സ്തോത്രം കൊടുക്കണം. പിറുപിറുത്തോണ്ടല്ല സ്തോത്രം കൊടുക്കേണ്ടേ. ഹല്ലേലൂയ. നിരാശപ്പെട്ടുകൊണ്ടല്ല സ്തോത്രം കൊടുക്കേണ്ടേ. മടിയോടുകൂടെ അല്ല ആമേൻ സ്തോത്രം കൊടുക്കേണ്ടേ. സന്തോഷത്തോടെ. അങ്ങനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്താൽ, ദൈവത്തെ സന്തോഷത്തോടു കൂടെ സ്തുതിച്ചാൽ, സന്തോഷത്തോടു കൂടെ ആരാധിച്ചാൽ, ദൈവം നമ്മളെ എന്തു ചെയ്യും? വിടുവിക്കും. പക്ഷെ എവിടുന്നാ വിടുവിക്കുന്നേ? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കും. അപ്പൊ ആദ്യത്തെ വിടുതൽ എന്താ? ശത്രുവിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മെ വിടുവിക്കുന്നതെങ്കിൽ, 2-ാമത്തെ വിടുതലിനെ കുറിച്ച് യേശുവിൻ്റെ വിടുതൽ എന്താണ്? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. ഈ സഭായോഗത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ദൂത് പറയാം. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ നമ്മളെ തകർക്കുവാൻ, നമ്മുടെ സന്തോഷത്തെ കെടുത്തുവാൻ, നമ്മുടെ വീടിനകത്ത് ഇരുട്ട് കൊണ്ടുവരുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് കൊണ്ടുവരുവാൻ, നമ്മളെ ഇരുളിനകത്ത് നമ്മളെ ഒതുക്കുവാൻ പിശാച് വെല്ലുവിളിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ശക്തിയോടും വ്യക്തതയോടും കൂടെ നമ്മളോട് ദൂത് പറയുക,
ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന സ്നേഹസമ്പന്നനായ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്താട്ടെ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കും, ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നമ്മെ വിടുവിക്കും. ഇരുട്ട് വെളിപ്പെടുമ്പോൾ അവിടെ കണ്ണുനീരും പല്ലുകടിയും. വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവിടെ ഇരുട്ട് വരുമ്പോൾ പല്ലുകടി ഉണ്ടാകും, അവിടെ കരച്ചിലുണ്ടാകും, അവിടെ ആമേ ശാപവാക്ക് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകും. ചില ആളുകളെ കണ്ടില്ലേ, വാ തുറന്ന ശാപവാക്ക് മാത്രമേ പറയത്തുള്ളൂ, ഗതി പിടിക്കില്ല, നന്നാകത്തില്ല, ഞാനിങ്ങനെ കിടക്കത്തേയുള്ളൂ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടത്തില്ല, എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടത്തില്ല, ഞാൻ എത്ര നാളായി ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും പള്ളും ഒക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളെ ചില വീടുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താ അതിന്റെ കാര്യം? ഇരുട്ടിന്റെ ആധിപത്യം ആ വീടിനകത്ത് നിറഞ്ഞിട്ട് അവിടെ ലേശം വെളിച്ചമില്ല. സ്തോത്രം, ആമേൻ. നമുക്ക് ചിന്തിക്കാൻ കഴിയും, നമ്മുടെ ഈ ആലയം മൊത്തം ലൈറ്റ് എല്ലാം ഓഫാക്കി കഥകളെല്ലാം അടച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് എന്താണ്? വെളിച്ചമാണോ ഇരുട്ടാണോ? ആമേൻ, ഇത് മൊത്തം ഇരുട്ടായിരിക്കും. പക്ഷെ ഇതിനകത്ത് വെളിച്ചമില്ലാതെ നമുക്ക് കയറിയാൽ നമ്മൾ തട്ടി വീഴും. ആമേൻ. എവിടെയെങ്കിലൊക്കെ നമ്മൾ മുട്ടും, കാലും മുട്ടും, കാലിൻ്റെ മുട്ട് പൊട്ടും. ആമേൻ. കാരണം എന്തറിയാമോ? ഈ കിടക്കുന്ന ചേറുകൾക്കിടയിൽ കൂടെ നമ്മളിനകത്ത് കയറി വരുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും. കാരണം ഇതിനകത്ത് വെളിച്ചമില്ല. അപ്പോൾ നമ്മുടെ ജീവിതം വെളിച്ചമില്ലെങ്കിലോ, ഹല്ലേലൂയ, നമ്മൾ ഇരുട്ടിനകത്താണ് കിടക്കുന്നതെങ്കിലോ നമുക്കൊരു കാര്യത്തിലൊരു പൂർത്തീകരണം ഉണ്ടാകാൻ കഴിയത്തില്ല, നമുക്ക് ഗതി പിടിക്കാൻ പറ്റത്തില്ല, നമ്മൾ വളരാൻ പറ്റത്തില്ല, നമുക്കൊരു സ്വസ്ഥത കാണത്തില്ല. എപ്പോഴും നമ്മുടെ അസ്വസ്ഥതയായിരിക്കും, മനസ്സെപ്പോഴും ഇരുട്ടായിരിക്കും, മനസ്സ് എപ്പോഴും കൂരിലിൻ്റെ അവസ്ഥയായിരിക്കും. അതിൽ നിന്നും യേശുവിനെ സ്തോത്രത്തോടെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്താൽ ആമേൻ, രണ്ടാമത്തെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? സന്തോഷത്തോടെ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താൽ ആമേൻ, ഇരുട്ടിന്റെ അകത്ത് നിന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ എന്ത് ചെയ്യും? വിടുവിക്കും. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ രണ്ടാമത്തെ വിടുതൽ. ഒന്നാമത്തെ വിടുതൽ ദുഷ്ടന്റെ കയ്യിൽ നിന്നാണ് നമ്മെ വിടുവിക്കുന്നെങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ പറയുക, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കും. ഹല്ലേലൂയ. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ അടുത്ത ആമേൻ വിടുതലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ആദ്യത്തെ വിടുതൽ ദുഷ്ടന്റെ കയ്യിൽ നിന്നാണെങ്കിൽ, രണ്ടാമത്തെ വിടുതൽ ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്നാണെങ്കിൽ, മൂന്നാമത്തെ വിടുതൽ എവിടെ നിന്നാണ്? ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് നമ്മൾ എങ്ങനെ നടക്കുന്നേ? മരിച്ചിരിക്കുക. ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മളെ പിടിച്ചടക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്താ നടക്കുന്നത്? മരിച്ചിരിക്കുക. അവിടെ കൃപായുഗം വെളിപ്പെടുന്നില്ല, ന്യായപ്രമാണ യുഗമാണ് വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മരിച്ചിരിക്കുകയാ. അടുത്തത് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല. വചനം പറയുന്ന അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ. ആത്മാവിന്റെ പുതുക്കത്തിൽ, ന്യായപ്രമാണത്തിന്റെ ശക്തിയിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന്, ദൈവത്തെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. നാം ആരായിരിക്കുന്നു? ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവ് ഉള്ളവർ ആയിരിക്കുന്നു. അപ്പൊ ആ ന്യായപ്രമാണത്തിൽ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ കിടക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്? ചത്ത് കിടക്കുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ കിടക്കുന്നു? ചത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ മരവിച്ചിരിക്കുന്നു. ഒരു ജീവനില്ല, ആമേ കൈയടിക്കില്ല, പാടത്തില്ല, സ്തോത്രം പറയത്തില്ല, അന്യഭാഷ പറയത്തില്ല, കൃപയിൽ നിൽക്കത്തില്ല, ഒരു മന്ദീഭവിച്ച മരവിച്ച അവസ്ഥയാ. എന്നാൽ ആത്മാവിന്റെ പുതുക്കത്തിൽ നമ്മൾ വരണം. സ്തോത്രം. ആത്മാവിന്റെ പുതുക്കത്തിൽ വരുമ്പോൾ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, അത് ന്യായപ്രമാണ യുഗമാണ്. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല. നമ്മൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ നിന്നും ദൈവം നമ്മെ എന്ത് ചെയ്യും? വിടുവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ വിടുവിക്കും. ഉദാഹരണം പറയാം. ന്യായപ്രമാണ യുഗത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നിന്നെ ഒരുത്തൻ അടിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്നെ ഒരുത്തൻ കൊല്ലുമ്പോൾ ആമേ മറ്റു ഒരാളെ കൂടെ അതേപോലെ കൊല്ലണം, അല്ലെങ്കിൽ നിന്നെ ഒരുത്തൻ അടിക്കുമ്പോൾ മറ്റൊരുത്തനെ അതേപോലെ അടിക്കണം. എന്നാൽ യേശു കർത്താവ് കൃപായുഗത്തിൽ പറയുക, ഒരുവൻ നിന്റെ ചെകിടം അടിക്കുമ്പോൾ ഹല്ലേലൂയ മറു ചെകിടം കൂടെ കാണിച്ചു കൊടുക്കണം. പക്ഷെ തിരിച്ചെന്ത് ചെയ്യരുത്. അത് ന്യായപ്രമാണത്തിലല്ല, അത് കൃപായുഗത്തിലാണ്. എന്നാൽ കൃപായുഗത്തിലേക്ക് വരുമ്പോൾ അക്ഷരത്തിന്റെ വഴക്കത്തിലല്ല മക്കളെ, അത് ആമേ കൃപയുടെ യുഗത്തിലാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? നമ്മെ
ദൈവം എവിടെ നിന്ന് വിടുവിച്ചു? ന്യായപ്രമാണത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പൊ 3 നിലയിലുള്ള വിടുതലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒന്നാമത്തെ വിടുതൽ എവിടുന്നാണ്? ദുഷ്ടന്റെ കയ്യിൽ നിന്ന്. രണ്ടാമത്തെ വിടുതൽ എവിടുന്നാണ്? ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന്. മൂന്നാമത്തെ വിടുതൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും. റോമാലേഖനം 7:6 ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിടുവിച്ചിരിക്കുന്നു. ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസഭയെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ നോക്കി ദൂത് പറയാ. ന്യായപ്രമാണങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ, ന്യായപ്രമാണങ്ങളെ അമക്കി വെക്കുമ്പോൾ, ന്യായപ്രമാണങ്ങളെ കൊല്ലുമ്പോൾ, ന്യായപ്രമാണങ്ങൾ ചത്തുകിടക്കുമ്പോൾ, കൃപായുഗത്തിൽ നിങ്ങളെ ന്യായപ്രമാണത്തിൽ നിന്നും വീണ്ടെടുത്ത യേശു കർത്താവ് നമുക്കുണ്ട്. ന്യായപ്രമാണത്തിൽ വീണ്ടെടുക്കാൻ വേണ്ടി യേശു കന്യകയിൽ ജനനമെടുത്തു. ന്യായപ്രമാണത്തിൽ നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു ആമേൻ ക്രൂശിൽ മരിച്ചു. ന്യായപ്രമാണത്തിൽ നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു കല്ലറെ പൊട്ടിച്ച് പുറത്തു വന്നു. എന്താ കാര്യം? നമ്മെ ന്യായപ്രമാണത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ, നമ്മെ വിടുവിക്കാൻ വേണ്ടി. ചത്ത അവസ്ഥയിൽ നിന്ന് അവർ എഴുതിയിരിക്കുന്ന വാക്യം 6 വാക്യം, ന്യായപ്രമാണത്തിൽ കിടക്കുന്ന ചത്ത് കിടക്കുന്നു എന്നാണെങ്കിൽ, ചത്ത അവസ്ഥയിൽ നിന്ന്, നിർജീവമായ അവസ്ഥയിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന്റെ രക്തം നിമിത്തം, യേശുവിന്റെ ക്രൂശ് മരണ നിമിത്തം, യേശുവിന്റെ മരണ പുനരുത്ഥാന നിമിത്തം നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. ആമേൻ. യേശു അപ്പച്ചന്റെ വിടുതലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, നമുക്കറിയാവുന്ന വിടുതൽ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, യേശുവിന്റെ വിടുതൽ എന്താ ചോദിച്ചാൽ, എന്നെ സൗഖ്യമാക്കി, എന്നെ ഭൂതത്തിൽ നിന്ന് വിടുവിച്ചു, എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചു മാത്രം നമുക്കറിയത്തുള്ളൂ. പക്ഷെ ഇങ്ങനെയും ചില വിടുതലുകൾ നമുക്കുണ്ട്. അതേത് വിടുതല? ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരെ ശത്രുവിന്റെ കയ്യിൽ നിന്ന്, 1 ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുക. 2 ഇരുട്ടിൽ കിടന്ന് നമ്മെ ദൈവം വെളിച്ചത്തിൽ കൊണ്ടുവരിക, വിടുതൽ തന്ന്. 3 ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ദൈവം നമ്മെ എന്ത് ചെയ്യുക? വിടുവിക്കുക. റോമാലേഖനം 8:20-21 വാക്യം അതുകൂടെ വായിക്കൂ. 4ാമത്തെ വിടുതൽ, യേശു നിമിത്തമുള്ള 4ാമത്തെ വിടുതൽ എന്താണ്? 4ാമത്തെ വിടുതൽ വായിക്കാം. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും, ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുകയും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല. അടുത്ത ശ്രദ്ധിക്കണേ, മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം. അതിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നവന്റെ കൽപ്പന നിമിത്തം. ആരാണ് കീഴ്പ്പെടുത്തിയത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. പാപത്തെ കീഴ്പ്പെടുത്തിയത് ആരാ? യേശുവാണ്. നമ്മളല്ല പാപത്തെ കീഴ്പ്പെടുത്തിയത്. യേശു ആ പാപത്തെ കീഴ്പ്പെടുത്തിയത്. അവന്റെ കാലുകൊണ്ട് അവനെ തകർത്തു, അവന്റെ തലയെ തകർത്തു. ഹല്ലേലൂയ. പാമ്പിന്റെ വേഷത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് വരികയാ. വരുമ്പോൾ എന്ത് ചെയ്തു? യേശു അവന്റെ തലയെ ചവിട്ടി. അവന്റെ വായിൽ നിന്ന് പല്ല് തെറിച്ചുപോയി. ഇപ്പൊ അവന്റെ വായിൽ എന്തില്ല? പല്ലില്ല. സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ ആദ്യം വന്നത് ആദം ഔവ ദമ്പതികളുടെ അടുക്കലാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ എന്ത് ചെയ്തു? വന്നു. അതേ രൂപം പിന്നെടുത്തത് ചില വർഷങ്ങൾക്ക് ശേഷം യേശു ഈ ഭൂമി വന്നപ്പോൾ, യേശു മരുഭൂമിയിൽ ഉപവസിച്ച് എഴുന്നേൽക്കുന്ന സമയം യേശുവിൻ്റെ അടുക്കൽ അതേ വേഷത്തിൽ ഈ സാത്താൻ ചെല്ലുകയാണ്. പാമ്പിന്റെ വേഷത്തിൽ. ഈ കല്ലപ്പമാകുക, നിനക്ക് വിശക്കുന്നില്ല എന്നൊക്കെ ചോദിച്ച് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി അതേ രൂപത്തിൽ വരികയാണ്. ഈ സാത്താൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു അവനെ അവിടെ വെച്ച് ജയിച്ചു, സാത്താനെ ജയിച്ചു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു തൻ്റെ ക്രൂശീകരണത്തിന്റെ സമയത്ത് ഗെത്സമനയിൽ അവസാനത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാത്താൻ ഈ പാമ്പിന്റെ അതേ രൂപത്തിൽ വെളിപ്പെട്ട്, ഏദനിൽ വെളിപ്പെട്ടതുപോലെ, ആമേൻ, ഈ മരുഭൂമിയിൽ വെളിപ്പെട്ടതുപോലെ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഈ ഗെത്സമനത്തോട്ടത്തിൽ സാത്താൻ വെളിപ്പെടുകയാണ്. എന്നാൽ ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് സാത്താന്റെ തലയെ യേശു ചവിട്ടി. യേശു അവന്റെ തലയെ ചവിട്ടി, അവന്റെ തല തകർന്നു. അവന്റെ തല തകർന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? പാപത്തിൽ നിന്ന് അമ്മേ വായിച്ചേ. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. അപ്പൊ കീഴ്പ്പെടുത്തിയവൻ, അതിനെ കീഴ്പ്പെടുത്തിയവൻ, ആ പാമ്പിനെ കീഴ്പ്പെടുത്തി. നിങ്ങൾ ശ്രദ്ധിച്ചേ,
ഏദൻ തോട്ടത്തിൽ പാമ്പിന്റെ രൂപത്തിൽ വന്നു. അത് പിന്നെ ശേഷം വന്നത് യേശു ഉപവസിച്ച് എഴുന്നേൽക്കുമ്പോഴാണ്, 40 ദിവസം ഉപവസിച്ച് എഴുന്നേൽക്കുമ്പോൾ. അതിനുശേഷം ഗെത്സമനയിൽ യേശു പ്രാർത്ഥിക്കാൻ പോകുമ്പോഴാണ്, അവിടെ യേശുവിന്റെ ക്രൂശീകരണം നടക്കുന്ന സമയത്ത്, ക്രൂശീകരണത്തിന്റെ സമയമായപ്പോൾ ഈ പാമ്പ് അതേ വേഷം ധരിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കെ വന്നു. യേശു അവന് എന്ത് ചെയ്തു? അത് പൂർത്തീകരിക്കേണ്ടതിന് അവന്റെ തലയെ ചവിട്ടി, പല്ല് തെറിച്ചു, തല തകിടമായി. അത് കണ്ടിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് അവൻ ചുറ്റി നടക്കുക. അവിടെ എഴുതിയിരിക്കും ഇങ്ങനെ, അവൻ അലറുന്ന സിംഹം പോലെ. നേരത്തെ പാമ്പിന്റെ രൂപത്തിലായിരുന്നു, ഇപ്പൊ മൂന്നാമത് തല തകർന്നു കഴിഞ്ഞപ്പോൾ ആരുടെ രൂപത്തിലാണ് വരുന്നത്? സിംഹത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന, പത്രോസ് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, അലറുന്ന സിംഹത്തെ പോലെ വരുന്നത്. സത്യമാ, സിംഹം അലറിയാൽ കിലോമീറ്ററുകളോളം ദൂരെ നിൽക്കുമ്പോൾ നമുക്കറിയാം, സിംഹം അലറുന്ന ശബ്ദം കേൾക്കുമ്പോൾ അറിയാം. കാട്ടിലെ രാജാവ് എന്ന് പറയുന്ന വലിയ കായിക ബലമുള്ള മനുഷ്യൻ, ഒരു ജന്തുവാണ് ഈ സിംഹം എന്ന് പറയുന്നത്. ഈ സിംഹം അലറി നടക്കുകയാ. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അവൻ ആരെ വിഴുങ്ങേണ്ടത് വെച്ച് ചുറ്റി നടക്കുക. നമുക്ക് ചുറ്റും ഇങ്ങനെ നടക്കുകയാ. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കുക. നമ്മളെ വിഴുങ്ങണം, നമ്മളെ നശിപ്പിക്കണം, നമ്മളെ കൊല്ലണം, നമ്മളെ തീർക്കണം. ഹല്ലേലൂയ. സിംഹം ഇങ്ങനെ വറ്റി നടക്കുക. പ്രാർത്ഥനയ്ക്ക് വിടരുത്, ആരാധനയ്ക്ക് പോകരുത്, പ്രാർത്ഥിക്കരുത്, ആമേൻ, വീടിനകത്തിരുത്തണം, ആമേൻ, കുടുംബത്തിൽ സ്വസ്ഥത വരരുത്, നന്മ ഉണ്ടാകരുത്, ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് പിശാച് ഇങ്ങനെ തടയാൻ വേണ്ടി ഇങ്ങനെ ചുറ്റി നടക്കുക. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അലർന്ന സിംഹമാണെങ്കിൽ അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ചാ ചുറ്റുന്നേ. സിംഹം എവിടെങ്കിലും വിഴുങ്ങിയത് കേട്ടിട്ടുണ്ടോ? സ്തോത്രം. സിംഹത്തിന് വിഴുങ്ങാൻ പറ്റത്തില്ല. ഇപ്പം മനുഷ്യനെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടി എന്ന് പറയുന്നത് സിംഹത്തിന്റെ ഇരയാണ്. ഒരാട്ടിൻകുട്ടി, എക്സാമ്പിൾ പറഞ്ഞ ഒരാട്ടിൻകുട്ടിയെ സിംഹത്തിന്റെ മുമ്പിൽ കിട്ടിയാൽ അതിനെ തിന്നുന്നത് എങ്ങനെയാ? പെട്ടെന്ന് വിഴുങ്ങുകയാണോ? വിഴുങ്ങാൻ പറ്റത്തില്ല. കടിച്ചാണ് തിന്നുന്നത്. കടിച്ച് തിന്നണം. കടിച്ച് തിന്നണം എന്നാ വേണം? പല്ല് വേണം. അപ്പൊ പത്രോസ് അപ്പോസ്തലൻ പറയുക, അവൻ അലറി നടക്കുന്നെങ്കിലും ചുറ്റി നടക്കുന്നെങ്കിലും അവൻ വിഴുങ്ങാൻ വേണ്ടി നടക്കുന്നത്. പക്ഷേ വെളിപ്പാടുള്ള ദൈവകൃപയുള്ള ഒരു ദൈവവേദനറിയാം, അവന് വിഴുങ്ങാൻ പറ്റത്തില്ല. അവന് വിഴുങ്ങാൻ പറ്റത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവന്റെ വായി പല്ലില്ല, കടിച്ചു കയറാൻ പല്ലില്ല, പേടിപ്പിക്കത്തേ ഉള്ളൂ. ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കത്തെ, വിഴുങ്ങാൻ പറ്റത്തില്ല. പക്ഷെ അവന്റെ തലയെ തകർത്ത കർത്താവിന്റെ കൃപ കൊണ്ട് പാപത്തിൽ നിന്ന് ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നത്. ഇപ്പൊ 4ാമത്തെ വിടുതലാണ്, പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുക. വിശ്വസിക്കുന്ന ഒരു സ്തോത്രം ചെയ്താട്ടെ. ഒരു ശക്തിക്ക് നമ്മെ വിഴുങ്ങാൻ പറ്റില്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം കൂടെ വായിച്ചു തന്നെ. ഗലാത്യർ 1:3. അവിടെ 5-ാമത്തെ ആമേൻ യേശുവിൽ നിന്നുള്ള വിടുതലെ കുറിച്ച് നമുക്ക് കാണുന്നു. ഗലാത്യർ 1:3. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യുന്നു? വിടുവിക്കേണ്ടതിന്. നോക്കിയ മക്കളെ, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു. ഇപ്പോഴത്തെ ദുഷ്ടലോകം നമുക്കറിയാം. ഇപ്പോഴത്തെ ലോകം എങ്ങനെയുള്ളതാണ് നമ്മൾ അറിഞ്ഞില്ലേ? ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മായെയും ഉപ്പായെയും അവൻ സ്നേഹിച്ച പെണ്ണിനെയും അവൻ്റെ സ്വന്തം സഹോദരനെയും അന്ന് രാവിലെ KFC വാങ്ങിച്ചു കൊടുത്തിട്ട്, കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ദുഷ്ടലോകം. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു. ദുഷ്ടലോകം. ഭർത്താവ് സ്വസ്ഥത കൊടുക്കാതെ വന്ന വീട്ടിൽ ഭാര്യ തൻ്റെ 2 കുഞ്ഞുങ്ങളുമായി റെയിൽവേ ട്രാക്കിൽ പോയി എന്ത് ചെയ്യുന്നു? ജീവിതം അവസാനിപ്പിക്കും. ദുഷ്ടലോകം. നോക്കുക, ഒരു മകൻ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഒരു മകൻ അപ്പനെ എന്ത് ചെയ്തു? 28 കുത്തി. ആമേൻ. നോക്കിക്കേ, ഒരു കുറ്റവും ചെയ്യാതെ പഠിപ്പിച്ച് ഡോക്ടറാകാൻ പഠിപ്പിച്ച മകൻ സ്വന്തം അപ്പനെ എന്ത് ചെയ്തു? 28 കുത്തി അടുക്കള ഭാഗത്തിട്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോയ അപ്പൻ കുത്തേറ്റ് താഴെ വീണപ്പോൾ 28 കുത്ത് ഓരോന്നും കുത്തി കഴുത്ത് എന്ത് ചെയ്തു? അപ്പന്റെ അറുത്ത് കളഞ്ഞു. ഇത് ദുഷ്ടലോകമാണ്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ സ്വന്തം അമ്മ ഏതാണ്ട് 2-3 മാസം 4 മാസം കൊണ്ട് പ്രായമായ ഒരു കുഞ്ഞിനെ വാഷിംഗ് മെഷീനകത്ത് ഇട്ട് എന്ത് ചെയ്തു? വെള്ളം ഒഴിച്ച് ഓണാക്കി ആ കുഞ്ഞിനെ അരച്ചു കൊന്നുകളഞ്ഞു. അതേ ജില്ലയിൽ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് 10-18 വർഷങ്ങൾക്ക് മുമ്പ് ജാതകത്തിന്റെ പേരിൽ
അപ്പൻ ആരോ മന്ത്രവാദിയോ ആരാണ്ട് പറഞ്ഞു, നിന്റെ കൊച്ചാണ് നിന്റെ അനുഗ്രഹ തടസ്സമെന്ന് പറഞ്ഞപ്പോൾ, നിന്റെ കൊച്ചാണ് നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമെന്ന് പറഞ്ഞപ്പോൾ, മദ്യപിച്ച് വന്ന അപ്പൻ ഉമ്മരത്ത് പായ കിടക്കുന്ന, കയ്യും കാലും മേപ്പോട്ടിങ്ങി വെച്ച് കളിച്ചുകൊണ്ട് കിടക്കുന്ന, മലക്കപ്രായത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ആ കാലെ പിടിച്ചുകൊണ്ട് അപ്പൻ വീടിനകത്ത് കയറി വന്ന കാലെ പിടിച്ചു വാരിയെടുത്തുകൊണ്ട് മുറ്റത്ത് കൊണ്ടുപോയി നനക്കല്ലെ കൊണ്ടുപോയി അടിച്ച്, തുണി അലക്കുന്ന അടിച്ച കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്ത ഗ്രാമത്തിൽ, പട്ടണത്തിൽ, ജില്ലയിൽ നടക്കുന്ന കാര്യമാണ്. ഇത് ദുഷ്ടലോകമാണ്. പക്ഷെ ഒരു ദൈവവേദനോട് ഞാൻ പറയാം, ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിന്റെ വൈതലിന് പ്രത്യാശിക്കാൻ വകയുണ്ട്. ദുഷ്ടലോകത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ. ഇവിടെ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുകയാണ്. ഒന്നുകൂടെ വായിച്ച ആ വാക്യം, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ ലോകം ഇപ്പോൾ ദുഷ്ടലോകമാണ്, സാർത്ഥതയുള്ള ലോകമാണ്. മനുഷ്യ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ആകുന്നു, സാർത്ഥരാകുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ഹല്ലേലൂയ. യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചില്ലേ, നിന്റെ വരവ് ഞങ്ങൾ എങ്ങനെ അറിയും? നീ പോയിട്ട് വരുന്നത് എങ്ങനെ ഞങ്ങൾ അറിയും? യേശുവോട് പറഞ്ഞ എന്താണ്? യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. അവൻ മനുഷ്യ സ്വസ്നേഹികളാകും, വമ്പ് പറയുന്നവരാകും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഓർത്തോണം, എൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന്, ഞാൻ വരുമെന്ന്. വാസ്തവത്തിൽ ഇതെല്ലാം ഈ ഭൂമിയിൽ എന്ത് ചെയ്തു കഴിഞ്ഞു? സംഭവിച്ചു കഴിഞ്ഞു. എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി സംഭവിക്കാൻ ഒന്നേ ഉള്ളൂ. ഈ ഇഷ്ടലോകത്തിൽ നമ്മുടെ പ്രാണപ്രിയൻ മധ്യാകാശത്തിൽ കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ മധ്യാകാശത്തിൽ വരിക എന്ന് മാത്രമേ ഇനി നടക്കാനുള്ളൂ. അത് ഇന്നാകാം, നാളെയാകാം, ഇപ്പോഴാകാം. പക്ഷെ ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയാം, തൻ്റെ മക്കളെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. തൻ്റെ മക്കളെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമുണ്ട്. നമ്മൾ ഈ ദുഷ്ടലോകത്തിൽ കിടക്കാനുള്ളവരല്ല. അപ്പൊ 5 നിലയിലുള്ള വിടുതലിനെ കുറിച്ച് നമ്മൾ ഷോർട്ടായിട്ട് ചിന്തിച്ചു. 5 നിലയിലുള്ള വിടുതൽ. 1, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുതൽ. 2, ഇരുട്ടിൽ നിന്ന് വിടുതൽ. 3, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിടുതൽ. 4, പാപത്തിൽ നിന്ന് വിടുതൽ. 5, ദുഷ്ടലോകത്തിൽ നിന്നും തൻ്റെ മക്കളെ വിടുവിക്കുന്നു. ഈ വിടുതൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഈ വിടുതൽ എനിക്ക് വേണമെന്ന് പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? ഈ ലോകത്തിൽ എനിക്ക് വിടുതൽ ആവശ്യമാണ്. ഈ ലോകത്തിൽ എനിക്ക് സൗഖ്യം ആവശ്യമാണ്. അത് ഈ ലോകത്തിന്റെ ദുഷ്ടതയിൽ നിന്നും, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും, ഇരുട്ടിൽ നിന്നും, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും, പാപത്തിന്റെ കയ്യിൽ നിന്നും, ആ കടാരഹസ്തത്തിനകത്തുനിന്ന് എനിക്കൊരു വിടുതൽ വേണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം യേശുവിന്റെ മുഖത്തേക്ക് നോക്ക്. നിങ്ങളെ വിടുവിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് മുമ്പ് ഒരു പാട്ടൂടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.